ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഒരിക്കലെ എഴുത്തുകാരനായ മാക്സിം ഗോർക്കി കനത്ത മഴയുള്ളൊരു വൈകുന്നേരം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്നു. ചുറ്റുമുള്ള ആളുകളെല്ലാം യാത്രയുടെ തിരക്കിലും ബഹളത്തിലുമാണ്. ചിലർ ട്രെയിൻ വൈകുന്നതിനെ ഓർത്ത് ദേഷ്യപ്പെടുന്നു, ചിലർ പരസ്പരം തർക്കിക്കുന്നു. റെയിൽവേ സ്റ്റേഷനാകെ വലിയൊരു അശാന്തിയുടെ അന്തരീക്ഷമായിരുന്നു. അതിനിടയിലാണ് ഏകദേശം 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നത്. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച അവൾ ജീവിക്കാൻ വേണ്ടി കയ്യിൽ കുറേ കുഞ്ഞ് കടലാസ് പൂക്കളുമായി വിൽക്കാൻ വന്നതാണ്. അവൾ ഓരോരുത്തരുടെയും അരികിൽ ചെന്ന് ആ പൂക്കൾ നീട്ടി. പക്ഷേ ദേഷ്യത്തിലും തിരക്കിലുമായിരുന്ന ആളുകൾ അവളെ തള്ളി, ചിലർ ആട്ടിപ്പായിച്ചു. ആ കുട്ടിക്ക് വളരെ സങ്കടമായി. പെട്ടെന്നാണ് അവൾ ബെഞ്ചിലിരിക്കുന്ന ഒരു മുത്തശ്ശനെ കണ്ടത്. കാഴ്ചയില്ലാത്ത വളരെ ക്ഷീണിതനായിരുന്ന ഒരു വൃദ്ധനായിരുന്നു. ആ കുട്ടി പതുക്കെ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് തൻ്റെ കയ്യിലിരുന്ന ഏറ്റവും മനോഹരമായ ഒരു റോസാപ്പൂവ് അവൾ മുത്തശ്ശൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. കാഴ്ചയില്ലാത്ത ആ മുത്തശ്ശൻ ആ പൂവ് കൈകളിൽ തൊട്ടറിഞ്ഞു. എന്നിട്ട് തൻ്റെ കീശയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് തിരഞ്ഞു പിടിച്ച് ഒരു 2 രൂപ നാണയമെടുത്ത് ആ കുട്ടിയുടെ നേരെ നീട്ടുകയാണ്. പക്ഷേ ആ കൊച്ചു പെൺകുട്ടി ആ 2 രൂപ വാങ്ങിയില്ല. പകരം അവൾ ആ മുത്തശ്ശൻ്റെ ചുക്കിച്ചുളഞ്ഞ കൈകൾ തൻ്റെ കുഞ്ഞ് കൈകളിൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് വൃദ്ധൻ്റെ കവളിൽ സ്നേഹത്തോടെ ഒരു കുഞ്ഞു ഉമ്മ നൽകി. കാഴ്ചയില്ലെങ്കിലും മുത്തശ്ശൻ്റെ മുഖത്ത് ഇപ്പോൾ വിരിഞ്ഞത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു. ഇത് ദൂരെ ഒരിടത്തും ശ്രദ്ധിച്ച മാക്സി ഗോർക്കി തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ആ സ്റ്റേഷനിലെ ബഹളങ്ങൾക്കൊന്നും ആ വൃദ്ധൻ്റെ ഉള്ളിൽ വിരിഞ്ഞ ആ സമാധാനത്തെ കെടുത്താൻ കഴിയില്ലായിരുന്നു. കയ്യിൽ സമ്പത്തൊന്നുമില്ലെങ്കിലും ആ കുഞ്ഞു മകൾ അവിടെ സമാധാനത്തിൻ്റെ ഒരു ദൂതായി മാറുകയായിരുന്നു. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെയൊക്കെ വീട്ടിൽ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒക്കെ സാധനങ്ങളുമായി വരുന്ന ഒരു കൊറിയർ ചേട്ടന്മാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ചേട്ടന്മാർ വലിയ പെട്ടിയുമായിട്ട് നമ്മുടെ വീടുകളിൽ എത്തും. ആ പെട്ടികളിൽ ഉള്ളിലിരിക്കുന്നത് വലിയ വില കൂടിയ ഫോണോ അല്ലെങ്കിൽ മറ്റു നല്ലൊരു സമ്മാനമൊക്കെ ആയിരിക്കും. പക്ഷേ ആ കൊറിയർ ചേട്ടൻ എപ്പോഴെങ്കിലും വിചാരിക്കുമോ ആ പെട്ടിക്കുള്ളിൽ സാധനം പുള്ളിയുടെ സ്വന്തമാണെന്ന്? ഇല്ല. ആ ചേട്ടനറിയാം അത് മറ്റൊരാൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അത് സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ എത്തിക്കുക എന്നത് മാത്രമാണ് തൻ്റെ ദൗത്യം. ഇതുതന്നെയാണ് ഈശോ ഇന്ന് നമ്മളോടും പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള നല്ല കഴിവുകൾ, സുന്ദരമായ പുഞ്ചിരി, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സ്, നല്ല അറിവ്, ഇതൊന്നും നമ്മൾ സ്വന്തം മിടുക്കുകൊണ്ടുണ്ടാക്കിയതല്ല. ദൈവം നമുക്ക് സൗജന്യമായി തന്ന സമ്മാനങ്ങളാണ്. നമ്മൾ വെറും കൊറിയർ ബോയ്സ് മാത്രമാണ്. ദൈവം തന്ന ആ സ്നേഹവും സമാധാനവും നമ്മുടെ ക്ലാസ്സിലെ കൂട്ടുകാർക്കും വീട്ടിലുള്ളവർക്കുമായിട്ട് സൗജന്യമായി എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ദൗത്യം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവം നമുക്ക് തന്ന കഴിവുകളും സ്നേഹവും മറ്റുള്ളവർക്ക് സൗജന്യമായി പങ്കുവയ്ക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. സ്വാർത്ഥതകൾ മാറ്റിവെച്ച് സഭയോട് ചേർന്ന് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും എത്തിക്കുന്ന കൊച്ചു ദൂതനാകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.